ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ റെസിപ്പിയും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ഫസ്റ്റിൽ കണ്ടിട്ടില്ലേ, സേമിയ വെച്ചിട്ടാണ് ആ ഒരു പുഡിങ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ഒരുപാട് സേമിയ വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഈ ഒരു പുഡിങ് വരുന്നത് കേട്ടോ, സേമിയത്തിൻ്റെ. അപ്പോൾ പുഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈവനിങ്ങിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാൻ. ഒരുപാട് വിശേഷങ്ങളൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വീഡിയോൻ്റെ ലെങ്ത് കൂടുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കല്ലേ. അപ്പം പെട്ടെന്ന് നമുക്ക് അതിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ വൈകുന്നേരമാകുമ്പോൾ ഇതാ ഈ വിശേഷങ്ങളൊക്കെ കാണുന്നില്ലേ, ചെടിക്കൊക്കെ വെള്ളം നനച്ചെല്ലാം കൊടുത്ത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒരു ചായ കുടിയാണ്. അപ്പോൾ ഇന്ന് കട്ടൻ ചെയ്യണേ. അപ്പം അത് നിങ്ങളൊക്കെ കണ്ടില്ല. അപ്പോൾ നമുക്ക് പുഡിങ്ങിലേക്ക് കയറിയല്ലോ. അപ്പോൾ ഇതാ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാക്കറ്റ് സേമിയ എടുത്തിട്ടുണ്ട്. സേമിയ ഫുള്ളായിട്ട് വേണ്ട, പിന്നെ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. നേരെ ഇത് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങനെ ഒരു പാൻ ചൂടാക്കിയ ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക, അതായത് 6 kg. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു കപ്പ് സേമിയയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സേമിയ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണേ. ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആകുന്നത് വരെ തന്നെ കൈയെടുക്കാണ്ട് ഇങ്ങനെ വറുത്തോണ്ടേ ഇരിക്കണം. ഫ്ലെയിം അത്യാവശ്യം കുറച്ച് എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയെ സേമിയാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് ശേഷം ഒരു 1/4 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയാണ്, മിൽക്ക് പൗഡർ, പാൽപ്പൊടി. അങ്ങനെ ഇതൊക്കെ ചേർത്തിട്ട് ആദ്യം ഇതിങ്ങനെ വറുത്തെടുക്കണം. ഏകദേശം ഒരു കളറ് മാറി വരുന്നത് വരെ വറുത്തോണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ആ ഒരു കളറ് ആയി വരുന്ന വരെ ഇങ്ങനെ വറുത്തെടുക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൈയെടുക്കാൻ ഇങ്ങനെ വറുത്തുകൊണ്ടേ ഇരിക്കണം. ഫ്ലെയിം അത്യാവശ്യം കുറച്ച് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണേ. അങ്ങനെ സേമിയ ഫുള്ളായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് തൽക്കാലം ഒന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഇങ്ങനെ ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഇതിലേക്ക് 2 ടീസ്പൂണ് സേമിയ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന സേമിയ പരമാവധി കുറച്ചെടുക്കണം. ഒരുപാട് എടുക്കുമ്പോൾ സേമിയത്തിൻ്റെ പായസമായി പോവും, അതുകൊണ്ട് കുറച്ചെടുക്കണേ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പാക്കറ്റ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് മധുരം വേണം. അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഞാൻ ഈ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുഡിങ്ങിന് നല്ല മധുരം തന്നെ വേണം കേട്ടോ. മധുരം കുറഞ്ഞാൽ പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടില്ല, മധുരം കുറഞ്ഞാൽ. അതുകൊണ്ട് കൂടിപ്പോയാൽ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഈ പാല് നല്ലോണം ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. ഇതിൽ നിന്ന് കൈയെടുക്കാനേ പാടില്ലേ, ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മളെ പാല് പെട്ടെന്ന് പൊങ്ങിയിട്ട് പുറത്തേക്കൊക്കെ പോവും. അതുകൊണ്ട് അതിൽ നിന്ന് കൈയെടുക്കാൻ പാടില്ല. ഫ്ലെയിം പിന്നെ അത്യാവശ്യം കുറച്ച് കൊടുക്കണം, കൂടി കൊടുക്കണം. അത് നോക്കി നോക്കി ചെയ്യണം. ഒരേ ലെവലിൽ വെക്കാൻ പാടില്ല, കൂട്ടിയും കുറച്ചും കൊണ്ടേ ഇരിക്കുക. അപ്പോഴേക്കും നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പം ഞാനിതൊന്ന് മെൽട്ടാക്കി എടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ തിളപ്പിക്കുന്ന ആ ഒരു പാലിൽ ഇത് ചേർത്ത് കൊടുക്കുക. ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണേ, രണ്ടും ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചൈന ഗ്രാസ് ചേർത്തിട്ട് ഇത് വീണ്ടും നല്ലോണം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ നിന്നൊന്നും കൈയെടുക്കാനേ പാടില്ല. ഫ്ലെയിം ഇടയ്ക്കിടയ്ക്കൊന്ന് കുറക്കുക, ഇടയ്ക്കിടയ്ക്കൊന്ന് കൂട്ടിക്കൊടുക്കുക. അത് നോക്കിയിട്ട് ചെയ്യണം. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്ഷമയെല്ലാം വേണം. കാരണം വെച്ചാൽ പെട്ടെന്നൊന്നും കുറുകി വരില്ല, നല്ലോണം ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ക്ഷമയോടെ തന്നെ ചെയ്യുക. ആ ക്ഷമ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പുഡിങ്ങിന്, ഞാൻ വെറുതെ പറയൂല. അപ്പോൾ അതാ ഇങ്ങനെ ആയാലും ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല തണിഞ്ഞാൽ മാത്രം ഇത് പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് സെറ്റാൻ വേണ്ടിയിട്ട് തൽക്കാലം ഒരു അരമണിക്കൂർ ഫ്രീസറിൽ കൊണ്ടുവയ്ക്കുക. അരമണിക്കൂറിന് ശേഷം പുറത്ത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സേമിയ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും എടുത്തിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ അടിയിൽ പെട്ടെന്ന് പോയിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണേ.
എന്നിട്ട് ഇതിൻ്റെ മുകളിലായി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് പിസ്ത ബദാം ഒക്കെ ഞാൻ കൈകൊണ്ട് പൊടിക്കതാണ്. മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടില്ല. മിക്സിയിൽ പൊടിക്കുമ്പോൾ നല്ലോണം പൊടിഞ്ഞു പോകും. എന്നിട്ട് ഇതാ കൈ വെച്ചിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് സെറ്റാൻ വേണ്ടിയിട്ട് ഒരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണേ. എന്നിട്ട് 5 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ല ക്രീമോട് കൂടിയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടുതൽ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.